ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ലുക്കുമാനാക്കിയാണല്ലോ അപ്പാത്താണെന്ന് മോൻ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ വാപ്പാക്ക് സ്വർഗത്തിൽ നിന്ന് വല്ലതും കൊണ്ടുപോവാ, ഞാൻ സ്വർഗത്തിൽ പോകണം, അവിടുന്ന് മണത്ത് പോകാനാണ്, ഇവിടുന്ന് മണത്ത് പോകാനാണ്. അപ്പൊ മോൻ ചോദിച്ചു, ഇപ്പൊ തന്നെ വേണോ വാപ്പാ? ഇപ്പം വേണം, എനിക്ക് സമയമില്ലാത്തോണ്ടാണ്. ഈ കുട്ടി നേരെ ഓടിയത് ഉമ്മാൻ്റെ അടുത്ത്. അതാണ് ഇൽമ. ഈ ഇൽമില്ലാതെ നീ എന്ത് ഇൽമുണ്ടായിട്ടും കാര്യമില്ല. ഡിഗ്രി ഇങ്ങനെ കൂട്ടിച്ചിട്ട് തലേനെ വെച്ച് ഉറങ്ങാന്നല്ലാതെ ഒരു ഉപകാരം ഉണ്ടാവില്ല. ഏറ്റവും വലിയ ഇൽമതാണ് ഉസ്താദന്മാര്, ഉമ്മാര്, അവരെ പൊരുത്തം. ഈ ഷഹാദല്ലാതെ നിങ്ങളെ എത്ര ഷഹാദ വാങ്ങിയിട്ട് കാര്യമില്ല, എത്ര ഷഹാദ വാങ്ങിയിട്ട് കാര്യമില്ല. അതിൽ പ്രധാനമാണ് ഉസ്താദ്. അതുകൊണ്ടാണല്ലോ വാപ്പാനായിട്ട് മര്യാദക്കേട് കാണിക്കളും വാപ്പക്കേട് തട്ടുന്നല്ലോ പറയണത്, ഗുരുത്തക്കേട് തട്ടുന്ന പറയുന്നത്. ഗുരുവാണ്. ഒരാൾ ഉമ്മാനോട് ഇപ്പൊ എതിർത്ത് സംസാരിക്കുമ്പോ നമ്മളെന്താ പറഞ്ഞേ? അറിഞ്ഞോ ഉമ്മക്കേട് തട്ടുന്ന പറഞ്ഞേ? ഗുരുത്തക്കേട്. ഗുരുവാണ്. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ലുക്മാനിലാക്കിയെന്നുള്ളതെന്ന് പറഞ്ഞു, എനിക്ക് സ്വർഗത്തിന് വല്ലതും കിട്ടണമെന്ന്. വ്യത്യസ്ത രൂപത്തിൽ ഈ സംഭവം റിപ്പോർട്ടുണ്ട്. ആള് മാറിയിട്ടൊക്കെ ഉണ്ട്. നമുക്ക് ആ വസ്തു തന്നെ ആവശ്യമുള്ളത് അല്ല, ലൈവല്ലോണ്ട് പറയാം, ഇപ്പൊ അങ്ങനെ പറയുന്ന കാര്യമില്ല. ആ വസ്തു തന്നെ ആവശ്യമുള്ളത് ആളാരായിക്കോട്ടെ. ഈ മോൻ നേരെ പോയത് ഉമ്മാന്റെ അടുത്ത് കാണും. കാലൊന്ന് ഒതുക്കി. എന്തിനാ? കാലിന്റെ അടിയിൽ നിന്നൊന്ന് മുത്തി, എന്നിട്ട് കുറച്ച് മണ്ണ് വാരിയിട്ട് കൈയിന്റെ ഉള്ളിൽ വെച്ചു, ഉള്ളം കയ്യിൽ വെച്ചിട്ട് ബാപ്പാന്റെ അടുത്ത് കോടി വന്നിട്ട് പറഞ്ഞു, ബാപ്പേ സ്വർഗത്തിലുള്ള സാധനങ്ങൾ, ഹാദിഹി തുർബത്തുൻ മിൻ തുറാബി ജന്നത്തി. നിങ്ങളെ സ്വർഗം പറഞ്ഞിട്ടില്ലല്ലോ, മുത്തലക്കായിട്ട് സ്വർഗം പറഞ്ഞു. നിങ്ങളെ സ്വർഗം എന്ന് പറയുകയാണെങ്കിൽ ഇത് പറ്റൂല. നിങ്ങൾ എന്നോട് പറഞ്ഞത് സ്വർഗത്തിൽ നിന്ന് വല്ലതും കൊണ്ടുപോകാന്നാ, ഇത് എന്റെ സ്വർഗമാണ്. അപ്പോഴാണ് പറഞ്ഞത്, മോനെ നിന്റെ ഇൽമ വളരെ നല്ല ഇൽമാണ്, പക്ഷെ ഇക്കൊന്ന് കൂട്ടണം. അൽ വാലിദാനി ബാബാനി ഇലൽ ജന്ന. ബാപ്പയും ഉമ്മയും സ്വർഗത്തിലേക്കുള്ള രണ്ട് വാതിലുകൾ. ജുമാക്ക് ശേഷം ഉമ്മാന്റെ വാർത്ത അങ്ങനെയാണ് പറഞ്ഞിട്ട് നെലിമളി മുടിച്ച് വാഴോർന്നു. അപ്പൊ കുട്ടി ജുമാന്റെ ശേഷം പോവാതെ ഇരുന്നിട്ട് ഉമ്മാക്ക് വേണ്ടി യാസീനും ഒക്കെ ഓതി ദ്വാരന്ന് വന്നു. എന്നിട്ട് അടുക്കളയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കും. ഉമ്മാനോട് ഈ കഥ എങ്ങനെ പറഞ്ഞു? ഉമ്മ, നിങ്ങളെ മാത്തിരുന്ന് ജുമാക്ക് ശേഷം പ്രസംഗം, എന്നിട്ട് ഞാൻ കുറെ സമയം ഇരുന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിട്ട് ഓതി ദ്വാരന്ന് പറഞ്ഞപ്പോ വാപ്പ കൊലായ്മ ഇങ്ങനെ കേൾക്കാം. വാപ്പ ചോദിച്ചാ, അപ്പൊ എടാ എന്റെ പേരിലൊന്നും ഇല്ലേന്ന് വെച്ച്. ഉമ്മാന്റെ പേരിൽ തന്നെ കൊടുത്തിട്ടുള്ളൂ. ഞാൻ ഓതി കഴിഞ്ഞ് വന്നപ്പോ എനിക്ക് നല്ലോണം വിഷമീന്ന്. അപ്പൊ ഞാൻ ഹോട്ടലിൽ 2 പൊറാട്ട എന്നിട്ടുണ്ട്, നിങ്ങളെ പേരിലാണ് എഴുതിച്ചിരിക്കുന്നത്, കൊടുത്താലും അങ്ങനെയാണ്. വാപ്പാന്റെ പേരിൽ പൊറാട്ടയും പൊട്ടും, അങ്ങനെയാണ്. വാപ്പാനെ പരമാവധി ചൂഷണം ചെയ്ത് കുമ്പ ഉറപ്പിക്കുക, അങ്ങനെ ആവരുത്. വാപ്പ വാതിലാണ്, അതിന് സംശയമൊന്നുമില്ല. കാത്തുരക്ഷിക്കണം, സൂക്ഷിക്കണം, ജാഗ്രത വേണം, ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.